അപ്പോൾ സർക്കാരിന് നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റണം. ഈ നീക്കം കേട്ടിട്ട് നമ്മുടെ നാട്ടുകാർ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണോ എന്നൊക്കെ അറിയാൻ ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് വെച്ച് പിടിച്ചു. പക്ഷെ അവിടെ ചെന്ന് ഞങ്ങളെ കാത്തിരുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. ആർക്കൊരു പരാതിയുമില്ല, ആർക്കൊരു ആവേശമില്ല. ചുരുക്കി പറഞ്ഞാൽ ആർക്കും ഒരു കുഴപ്പമില്ല. സാധാരണക്കാരൊക്കെ അവരുടെ ഡെയിലി ലൈഫിന്റെ തിരക്കിലാണ്. കുറെ കഴിയുമ്പോൾ ഇതായി മാറും. നമ്മളതിനകത്ത് എന്തോ പറയാനാ? I think there are more important things than a name change. അത് ഇനി വർഷങ്ങളെടുക്കും. അത് എനിക്കതിനകത്ത് ഒരു പ്രത്യേകിച്ച് ഒരു ഗുണമുള്ളതായിട്ട് തോന്നുന്നില്ലേ? നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. ഒരു പേര് മാറ്റി തന്നെ നമുക്കൊന്നും കിട്ടാനില്ല. മലയാളികളുടെ മലയാള ഭാഷയിൽ ഒരു പേര് വരുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. രാഷ്ട്രീയക്കാർ ഇതൊക്കെ വളച്ചൊടിച്ച് കേരളം എന്നാക്കി, അല്ലാണ്ട് ഇതിനകത്ത് ഒരു മാറ്റങ്ങളില്ല. അല്ലേ, കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളീയർ മലയാളി സംസ്കാരമായി കേരളം എന്നാവും. പക്ഷെ കേരള എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതിനായിട്ട് നല്ല കേരളം എന്നാണ്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ഒരു പേര് നമുക്കൊരു ആദ്യം കേൾക്കുന്ന പോലെ ഉണ്ടാവും. അത് കേട്ട് തുടങ്ങുമ്പോൾ നമുക്കതെന്താവും, അങ്ങനെയാണ് ഇത്. കുറേ കഴിയുമ്പോൾ ഇതായി മാറും. എനിക്ക് കേരളം എനിക്ക് അങ്ങനെയാണ്. ഇപ്പോൾ കേരളയിലോട്ട് അങ്ങനെ കേരള എന്ന് പറഞ്ഞൊരു ഇതായിരുന്നു. പക്ഷെ അത് മാറി കേരളം എന്ന് പറയുമ്പോൾ ഒരു നല്ല, എനിക്ക് അത് നല്ലതായിട്ട് പൂർണ്ണമായിട്ടുള്ളതായിട്ട് തോന്നുന്നു. കേരളം അത് കേരള എന്നാണ് എല്ലായിടത്തും അറിയപ്പെടുന്നത്. അത് വിഷയമില്ല. കേരളം എന്ന് തന്നെ വരുത്തുള്ളൂ. അത് കേരളം വരുമ്പോൾ അതിനകത്ത് വേറെ ഒരുപാട് മാറ്റങ്ങൾ വരും. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന അഭിപ്രായത്തിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാനിപ്പോൾ സൗദി പോയാൽ എന്നെ കേരളം എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ബോംബെ പോയാലും കേരളം എന്ന് വരുത്തില്ല. ഇപ്പം നമ്മളൊരു ചോറ് കഴിച്ചാലും ഇപ്പം ഏതായാലും നമ്മളതല്ലേ പറയത്തുള്ളൂ. ഇപ്പം നമ്മൾ സാമ്പാറല്ലേ പറയത്തുള്ളൂ. അന്നേരം കേരളം എന്ന് വരുത്തില്ല, കേരള എന്ന് തന്നെ വരുത്തുള്ളൂ. ഇപ്പം നമ്മളൊരു ബീഫ് കറി ബീഫാ അങ്ങനല്ലേ വരുത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു മാറ്റം, കേരള എന്നുള്ള മാറ്റം വരാൻ പറ്റത്തില്ല. കേരളം എന്ന് വരാൻ ഒരിക്കലും പാടില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. കേരള അത്രയേ ഉള്ളൂ, അല്ല വേറെ നമുക്ക് ഇതിനകത്ത് അഭിപ്രായമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളിയുടെ ഇതിൽ പറയുമ്പോൾ അത് കേരളം എന്നുള്ള ഇത് തന്നെയാണ്. പിന്നെ മറ്റുള്ള ഈ നമ്മളെ ഈ ജില്ലയല്ല നമ്മൾ ഈ സംസ്ഥാനം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ആൾക്കാർ കേരള എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, പറയുന്നുള്ളൂ. ഇപ്പോൾ ബോംബെ എന്നുള്ള ഇത് മാറ്റി ഇപ്പം മുംബൈ എന്നുള്ളതാക്കി, അതുപോലെ മദ്രാസ് എന്നുള്ളത് വാക്ക് മാറ്റിയിട്ട് ചെന്നൈ ആക്കി എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഓരോ മാറ്റങ്ങൾ. ഇംഗ്ലീഷിൽ കേരള എന്ന് ഓൾറെഡി കേരള എന്നായിരുന്നു. മലയാളത്തിൽ കേരളം എന്നല്ലായിരുന്നോ? കേരള എന്ന് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായി. ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. സോ ഐ ഡോണ്ട് സീ എ ബിഗ് ഡിഫറൻസ്. There are so many other things the government can do. And, I mean, spending a lot of resources for just a name change, as trivial as this, does not make much sense to me. അതെ, ഇപ്പം ഞാൻ ഇംഗ്ലീഷിലാണ് കൂടുതൽ വർത്തമാനം പറയുന്നത്. ഞാൻ കേരളം തന്നെ പറയുള്ളൂ. കേരളം എന്ന് ഞാൻ പറയാൻ ചാൻസ് കുറവാണ്. എനിക്ക് മനസ്സിലായി. പക്ഷേ ഐ തിങ്ക് ദർ ആർ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദെൻ എ നെയിം ചേഞ്ച്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നെയിം ചേഞ്ച് ചെയ്താൽ ഇറ്റ്സ് എ വാലിഡ് തിങ്. വി ആർ മൂവിങ് അവേ ഫ്രം കൊളോണിയൽ നെയിംസ്. ബട്ട് is this the right thing to do at this point of time? Kerala does not have as many industries. There are so many other things that can be done instead of this. So that is my opinion. People might have different opinions. അത് അംഗീകരിച്ചത് നമുക്ക് നല്ലതാണ്. കേരളം നമുക്ക് മനസ്സിന് സന്തോഷമുണ്ട്. അപ്പോൾ അതിനേക്കാളും വലിയ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നോ? അതിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അത് ഇനി വർഷങ്ങളെടുക്കും. ഒരു വർഷം കൂടി ആവും ഇത് കംപ്ലീറ്റ് നിയമമാകാനായിട്ട്. അന്നേരം നമുക്ക് ബാക്കി ആലോചിക്കാം. അന്നേരം ഗവൺമെൻറ് എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. നമുക്ക് നമ്മളുടെ കേരളം ഉദ്ദേശിച്ച് നമ്മുടെ നാടിന് നല്ലൊരു പേര്. തമിഴ്നാടെന്ന് പറഞ്ഞാലും ഇവിടെ തമിഴിൻ്റെ ഉണ്ട്. ഇപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഔണ്ടായിട്ട് വരും. അത് നമുക്ക് വലിയ ഇഷ്ടമാണ്. അതിനൊരു പൂർണ്ണത കിട്ടൂല പേരിന്. ആ പൂർണ്ണത കിട്ടാൻ വേണ്ടിയാണ് ഓക്കെ. ഇപ്പോൾ അംഗീകരിച്ച് ഒരു വർഷത്തിന് മുമ്പ് പാസ്സാക്കി വെച്ചിരിക്കുന്നത്. അത് എനിക്കതിനകത്ത് ഒരു പ്രത്യേകിച്ച് ഒരു ഗുണമുള്ളതായിട്ട് തോന്നുന്നില്ലേ? കാരണം നമ്മൾ പഠിച്ചേക്കുന്നതും കേരള എന്ന് തന്നെയാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ കേരളം എന്നാക്കി ഒരു പൂജ്യം കൂടെ കൂട്ടി. ശരിക്കും പറയാം നമ്മുടെ സ്വന്തം വീട് എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നുണ്ട്. നമുക്ക് എൻ്റെ വീടെന്ന് എന്ന് പറഞ്ഞ പോലെ ഒരു ഫീലാണ് തോന്നുന്നുള്ളൂ. ഒരു പ്രത്യേകത ഒരു ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല.
അത് എന്തെങ്കിലും ഗുണമുണ്ട്? നമുക്ക് വലിയ ഗുണമൊന്നുമില്ല ഒരു പേര് മാറ്റി തന്നെ നമുക്കൊന്നും കിട്ടാനില്ല. നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ കേരള എന്ന് തന്നെയാണ് പറയാൻ പോകുന്നത്. അതെ, ഒഫീഷ്യലി നമ്മൾ കേരള എന്നുള്ള കേരളം ആക്കി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ മലയാളത്തിൽ നമുക്കൊരു ഇതുണ്ട്, കംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ട്. മനസ്സിലായി. അപ്പൊ ഓണസ്റ്റായിട്ട് പറഞ്ഞു, എന്ത് തോന്നുന്നു? അല്ല, എനിക്ക് വലിയ മാറ്റമായിട്ടൊന്നും നമുക്കൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ജസ്റ്റ് ഒരു പേര് മാറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം മാറണം എന്നില്ലല്ലോ. കേരളം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷിക്കാം. മറ്റുള്ള സംസ്ഥാനത്തെക്കാട്ടി നല്ലൊരു സംസ്ഥാനമാണ് കേരളം. ഒരു പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമാണ് കേരളം. അതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള സംസ്ഥാനത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല. അതായിരിക്കും. അല്ല, നമ്മുടെ ആ പേരുമാറ്റത്തിനെ പറ്റി ചേട്ടൻ എന്തെങ്കിലും? പേര് മാറ്റത്തിനെ പറ്റി എനിക്കൊന്നും വലിയ പറയാനില്ല. ഇപ്പോൾ ബോംബെ എന്നുള്ളത് ബോംബെ എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ മദ്രാസിൻ്റെ പേര് മാറിയിട്ടില്ലേ, അത് പല സ്ഥലങ്ങളിലും മാറിയിട്ടുണ്ട്. അതിന് വലിയ അർത്ഥമില്ല. പേര് മാറ്റം കൊണ്ടൊന്നും നമുക്കൊന്നും അർത്ഥമില്ല. പക്ഷെ മലയാളികൾക്ക് ആ പേര് ഒരു പൂർണ്ണത ഉണ്ടല്ലോ. പേര് കേരള എന്ന് പറഞ്ഞേക്കാളും മലയാളികളുടെ സ്വന്തം കേരളം. കേരള എന്ന് ഉണ്ടെങ്കിൽ ഇവിടെ കേരളം എന്ന് തന്നെ പറയാറ് ആൾക്കാർ. ഉച്ചരിക്കാറ് കേരളം എന്ന് തന്നെ പറയാറ്. കേരള എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുസ്തകത്തിൽ എഴുതണത് വായിക്കണതൊക്കെ കേരളമാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ കേരളം അങ്ങനെ പറയാറുള്ളൂ. ആക്കി, അല്ലാണ്ട് അതിൽ കൂടുതൽ ഒന്നും പറയാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു. മലയാളികളുടെ മലയാള ഭാഷയിൽ ഒരു പേര് വരുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും കേരള എന്നുള്ള വിദേശ ഭാഷയാണ്. അപ്പോൾ കേരളം എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ സ്വന്തം കേരളം. ഇപ്പൊ കേരളം ആയി എന്ന് പറഞ്ഞൊരു മാറ്റവും വലിയ മാറ്റമൊന്നും അതിനകത്ത് കാണൂല. ചുമ്മാ ഒരു ആള അമ്മായി അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനകത്ത് എന്ത് മാറ്റം വരാനാ? കേരള തന്നെ പണ്ടേ മുതലുള്ളതാണത്. അതിപ്പോ ഈ രാഷ്ട്രീയക്കാർ ഇതൊക്കെ വളച്ചൊടിച്ച് കേരളം എന്നാക്കി. അല്ലാണ്ട് ഇതിനകത്ത് ഒരു മാറ്റങ്ങളില്ല. ആളുകൾക്ക് ഇപ്പൊ കേരള എന്ന് പറയാം, കേരളം എന്ന് പറയാം. ഇതിനിപ്പോ എല്ലാവരോടും കേരളം എന്ന് പറയണമെന്ന് പറഞ്ഞാൽ അത് നടക്കൂല. അത് കേരള എന്ന് പറഞ്ഞവർ കേരള എന്ന് തന്നെ പറയും. പിന്നെ പുതിയ ആളുകൾ വന്നിട്ട് കേരളം എന്ന് പറയാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഈ രാഷ്ട്രീയത്തിന്റെ കളികളാണത്. ഇതിനകത്ത് അങ്ങാടിയും കൂടി മാറ്റം പറഞ്ഞൊക്കെ രാഷ്ട്രീയക്കാർ തീരുമാനിക്കണത്. അല്ലാണ്ട് നാട് മാറണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മള് പേര് മാറ്റിയതുകൊണ്ട് മാറ്റിയൊന്നും ആവൂല. നാട് മാറണമെങ്കിൽ കുറച്ചും കൂടി പരിശ്രമിക്കണം നമ്മൾ എല്ലാവരും. അല്ലാണ്ട് ഒരു പേര് മാറ്റത്തിൽ ഒന്നും ആവൂല ഇതിനകത്ത്. താങ്ക് യു. ഇതിപ്പോ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. കേരളം നല്ല ആക്കിയത്, വേറെ പേരൊന്നും ആക്കിയിട്ടൊന്നുമില്ലോ. ജസ്റ്റ് കേരള എന്നുള്ളത് കേരളം ആക്കി. അതുകൊണ്ട് ഇപ്പൊ ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകണമെന്നില്ല. അതുകൊണ്ട് എനിക്കും പ്രശ്നമൊന്നുമില്ല. കേരള എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇംഗ്ലീഷ് വേർഡ്. കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം. അതായത് അതിലൊരു എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് നമ്മുടെ നാടിന് ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നുണ്ടോ? നല്ല അച്ചീവ്മെന്റ് തന്നെയാണ് അത്. അപ്പൊ ഇതാണ് സത്യം. പേരിന് പിന്നാലെ പോകാൻ ഇവിടുത്തെ പിള്ളേർക്ക് നേരമില്ല. അത് കേരള ആയാലും കേരളം ആയാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അന്നും ഇന്നും നല്ല ചുരുകൾക്കുള്ള മലയാളികൾ തന്നെയാണ്. ആ എന്ന അക്ഷരത്തിലല്ല, നമ്മുടെ ഓട്ടത്തിലൊക്കെയാണ് കാര്യം. അപ്പോൾ മെട്രോ മൈക്ക് സൈനിങ് ഓഫ്.